ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറച്ച് ലേറ്റായി പോയി എൻ്റെ ഈദ് വ്ളോഗ് ഇടാൻ വേണ്ടിയിട്ട്. എക്സാംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ, അതാണ് കുറച്ച് ലേറ്റായത്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്, ഇതാണ് എൻ്റെ മെഹന്തി എനിക്ക് ഇട്ടാത്തന്നാണ് കേട്ടോ. എനിക്ക് മെഹന്തിയുടെ അറിയില്ല ഗൈസ്. അപ്പം എല്ലാവരും ഈദൊക്കെ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തെന്ന് വിചാരിക്കണം. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ ഭയങ്കര സിമ്പിളായിട്ടാണ് ഈ പ്രാവശ്യം ഔട്ട്ഫിറ്റ് എടുത്തത്. കാരണം എപ്പോഴും നമ്മൾ സൽവാറും ചുരിദാറും ഒക്കെ അല്ലേ എടുക്കണം. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം കുറച്ച് സിമ്പിളായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ നേരത്തെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഫോട്ടോസും വീഡിയോസൊക്കെ രാവിലെ തന്നെ എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ റെഡിയായി നേരെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി പോയി. കാരണം ഉച്ച കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും, അതുകൊണ്ട് രാവിലെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് തന്നെ പോയിട്ട് ഗൈസ് കുറച്ച് നേരം പുറത്തിറങ്ങിയപ്പോഴേക്കും പറ്റാണ്ടായിട്ട് നല്ല ടയേർഡായി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വന്നപ്പോൾ. പിന്നെ എൻ്റെ കസിൻസൊക്കെ വന്നിട്ടെ വീട്ടിൽ. ഇതെൻ്റെ ഉമ്മച്ചിയുടെ അനിയത്തിയുടെ മോനാണ് കേട്ടോ, ഇവൻ എൻ്റെ അനിയനാണ്. അപ്പോൾ ഇവൻ ഭയങ്കര സപ്പോർട്ടീവാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ. ഇവൻ വന്നു കഴിഞ്ഞാൽ ഫുള്ള് വീഡിയോ എടുക്കുക എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ നേരെ ഫുഡ് മേടിക്കാൻ വേണ്ടി പോയിട്ടാ. ഫുഡ് മേടിക്കാൻ നമ്മൾ അൽഫത്തയിലാണ് കേട്ടോ വന്നത്. അങ്ങനെ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു ഫുഡിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ മേടിച്ചു. അങ്ങനെ നമ്മൾ ഫുഡ് മേടിച്ച് നേരെ വീട്ടിലെത്തി. പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള തിരക്കിലായിരുന്നു കേട്ടോ. ഞാൻ ഓൾറെഡി കഴിച്ചതാണ്, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. അങ്ങനെ അവരൊക്കെ ഫുഡ് കഴിച്ച് പിന്നെ കുറേ നേരം നമ്മൾ സംസാരിച്ചൊക്കെ ഇരുന്ന്. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ ബീച്ചിൽ പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇന്ന് ഇത്താത്തയും ലുട്ടുമൊക്കെ തിരിച്ച് പോവുകയാണ്. അപ്പോൾ അവർ ഫുള്ള് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മറിയു നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് അവിടെ ഉറങ്ങിയായിരുന്നു കേട്ടോ ഗൈസ്. അവൾ നേരത്തെ കിടന്ന് ഉറങ്ങി. അപ്പോൾ ഇത്താത്തയും ലുട്ടുമൊക്കെ ഇന്ന് പോവുകയാണ്, അതിൻ്റെ ചെറിയൊരു സങ്കടം ഉണ്ട് കേട്ടോ എനിക്ക്. അങ്ങനെ ഇവരിറങ്ങിയപ്പോഴേക്കും നമ്മളും പയ്യെ ഇറങ്ങിയിട്ട് ഗൈസ് ബീച്ചിൽ പോകാൻ വേണ്ടിയിട്ട്. ഈ ഒരു ടൈമിൽ ഇറങ്ങിയാലാണ് നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും ഒന്ന് അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചാൽ കുറച്ചും കൂടി നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായി. നമ്മൾ കാറിൽ ഫുൾ ആൾക്കാരാണ് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ കുറേ നേരം അടിപൊളിയായിട്ട് കാറിലിരുന്ന് കുറേ പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ സിനിമാ പേരൊക്കെ കളിച്ച് കുറേ നേരം അവിടെ ഇരുന്ന്. പിന്നെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഈദായതുകൊണ്ട്, അന്നത്തെ ദിവസം ഈദായതുകൊണ്ട് നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ വഴിയിൽ. നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ ഗൈസ്, കാരണം ഫുൾ ബ്ലോക്കായിരുന്നു. പിന്നെ നമ്മുടെ വഴിയും തെറ്റി നമ്മൾ വേറെ ഏതോ വഴിയിൽ കൂടെയാണ് കേട്ടോ പോയത്. പിന്നെ ഫുൾ കോമഡി ആയിരുന്നു, കാരണം നമ്മൾ തൊട്ടടുത്ത് എത്തിയപ്പോൾ നമ്മൾ വീണ്ടും വഴി തെറ്റി വേറെ സ്ഥലത്തോട്ട് എത്തിയിട്ട് ഗൈസ്. ബട്ട് ഒരു റിഗ്രറ്റും ഇല്ല, കാരണം പോയ വഴി അത്രയും അടിപൊളിയായിരുന്നു. കാരണം അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. നമുക്ക് വീണ്ടും അൺഎക്സ്പെക്റ്റഡ് വ്യൂസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ പോണ വഴിക്ക് ആനേനെയൊക്കെ കണ്ടിട്ട് ഗൈസ്. അവിടെ എന്തോ ഉത്സവം ആണെന്ന് തോന്നുന്നു. എന്താ സംഭവം എന്നറിയില്ല. ആന, നമ്മൾ തൊട്ടടുത്ത് ആനേനെ കണ്ടിട്ട് ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് ആനേനെ ഇത്രയും അടുത്ത് വെച്ച് കാണുന്നത്. എനിക്കാണെങ്കിൽ ആനേനെ നല്ല ഇഷ്ടമുണ്ടാവും. അപ്പോൾ ആനേനെ കണ്ട് വീഡിയോസൊക്കെ എടുത്ത്, ഇനിയിപ്പോൾ ബീച്ചിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല, ആനേനെ കണ്ടല്ലോ. അങ്ങനെ ആനേനെയൊക്കെ കണ്ട് പിന്നെ നമ്മൾ ഫൈനലി നമ്മുടെ കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മൾ ബീച്ചിലെത്തി ഗൈസ്. നമ്മൾ ചെറായി ബീച്ചിലാണ് പോയത്. അപ്പോഴത്തേക്കും ഒരുവിധം 6:30 ആവാറായിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ നല്ല ഇരുട്ടാവും. നമ്മൾ ബീച്ചിലെത്തിയിട്ടാ. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി ഗൈസ്. എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം. പിന്നെ എനിക്കിങ്ങനെ കണ്ട് നോക്കി ആസ്വദിക്കാനാണ് ഇഷ്ടം കുറച്ചുകൂടി ബീച്ചിലൊക്കെ പോകുമ്പോൾ. എനിക്ക് ഇറങ്ങാൻ വെള്ളത്തിൽ കളിക്കാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർ കുറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ച്, ഞാൻ ഇങ്ങനെ കുറേ നേരം കാഴ്ചയൊക്കെ കണ്ട് അവിടെ നിന്നിട്ടാ. അപ്പോൾ എൻ്റെ ഇത് ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.